ഒന്ന് ശ്രദ്ധിച്ചാൽ 21ഓളം സുന്നത്തുകൾ നമുക്ക് ലഭിക്കും ഒന്ന് കുളിക്കുമ്പോഴത്തേക്ക്. ഒന്നാമത്തെ സുന്നത്തിതാണ് സ്ഖലനമുണ്ടായ നിർബന്ധ കുളി കുളിക്കുന്നവൻ കുളിക്കുന്നതിന്റെ മുമ്പൊന്ന് മൂത്രിക്കൽ സുന്നത്താണ്. സ്ഖലനമുണ്ടായവർ അതിന്റെ വല്ല അംശവും ബാക്കിയുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നീങ്ങാൻ വേണ്ടി അതിന്റെ മുമ്പൊന്ന് മൂത്രമൊഴിക്കൽ സുന്നത്താണ്. രണ്ടാമത്തേത് ഇസ്തിഖ്ബാലുൽ ഖിബ്ല, വുളൂ എടുക്കുമ്പോൾ ഖിബ്ലയിലേക്ക് മുന്നിടൽ സുന്നത്താണ്. അതുപോലെ കുളിക്കുമ്പോഴും ഖിബ്ലയിലേക്ക് മുന്നിടൽ സുന്നത്താണ്. ഇപ്പൊ അധികം കുളിയൊക്കെ ഷവർന്നല്ലേ? നിങ്ങൾ ചിന്തിക്കേ, നമ്മൾ വീടെടുത്തിട്ട് ആ വീട്ടിൽ ഷവറൊക്കെ ഫിറ്റ് ചെയ്യുമ്പോ പരമാവധി ഖിബ്ലയിലേക്ക് മുന്നിടാൻ ശ്രദ്ധിക്കാറുണ്ടോ? ഇനി ഷവറാകുമ്പോൾ അതെവിടെ ഫിറ്റ് ചെയ്താലും നമ്മളൊന്ന് നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായി മനസ്സിൽ ഒരു കരുത്ത്, എന്റെ ഈ കുളി അതൊരു ഇബാദത്താണ്, അത് ഖിബ്ലയിലേക്ക് മുന്നിട്ടാവണമെന്ന് നമ്മളൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ ആ കുളി ഖിബ്ലയിലേക്ക് മുന്നിട്ട് തന്നെ നിർവഹിക്കാൻ നമുക്ക് കഴിയില്ലേ? നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളാ ശ്രദ്ധിക്കാറ്? നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പൊ വലിയ സംഗതിയാണോ? ഇത് വലിയ സംഗതിയാണ്. ഇത് അള്ളാഹുവിനെ നമ്മൾ പരിഗണിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ പരിഗണന നമുക്ക് കിട്ടാൻ കാരണമാകും. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നവരിൽ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരിൽ കുളിക്കുമ്പോൾ ഖിബ്ലയിലേക്ക് മുന്നിടണമെന്ന ആ ഒരു സുന്നത്ത് പരിഗണിക്കുന്നവർ, അത് ശ്രദ്ധിക്കുന്നവർ എത്ര ആളുകൾ ഉണ്ടാവും? നമ്മൾ വിചാരിച്ചാൽ കഴിയൂലേ? നമ്മളൊന്ന് ശ്രമിച്ചാൽ കഴിയൂലേ? നമ്മുടെ ബാത്റൂമിൽ നിന്ന് ഷവറിലൊക്കെ കുളിക്കുമ്പോൾ ഖിബ്ലയിലേക്ക് മുന്നിട്ട് നിൽക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കൂലേ? അതൊരു സുന്നത്താണ്. ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിടുക. മൂന്നാമത്തേത് അത്തസ്മിയത്തു, അത്തസ്മിയത്തു അവ്വലിഹി മുഖ്തരിനം ബിന്നിയ്യ, നിയ്യത്ത് ചെയ്ത് ഉടനെ തന്നെ ബിസ്മി ചൊല്ലണം. നിയ്യത്തിനോട് അന്വയിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. ഇസ്തിസ്ഹാബുൻ നിയ്യത്തി ഇലൽ ഫറാഗി മിനൽ ഗുസ്ലി, അതുപോലെ കുളി കഴിയുന്നത് വരെ ആ നിയ്യത്തിന്റെ ചിന്ത മനസ്സിൽ ഉണ്ടാവുക. ഫർലായ കുളിയാണെങ്കിൽ ഇത് ഫർലായ കുളിയാണ്, ജനാബത്തിനെ ഉയർത്താൻ വേണ്ടിയുള്ള കുളിയാണ്. അങ്ങനെ ഏത് കുളിയാണോ, സുന്നത്തായ കുളിയാ, ജുമയ്ക്ക് വേണ്ടിയുള്ള കുളിയാണെങ്കിൽ എന്റെ ഈ കുളി അതൊരു ജുമയ്ക്ക് വേണ്ടിയുള്ള കുളിയാണ്. അങ്ങനെ നിയ്യത്ത് സഹവസിച്ച് നിൽക്കുക എന്നതൊരു സുന്നത്താണ്. അഞ്ചാമത്തേത് ഇസാലത്തു ഖദരിൻ കമനിയൻ വമദിയൻ, ശരീരത്തിലുള്ള മ്ലേച്ഛമായ വസ്തുക്കൾ കുളിക്കുന്നതിന് മുമ്പ് നീക്കിക്കളയുക. അപ്പൊ വുളൂഇലും അങ്ങനെ തന്നെ. ഇപ്പൊ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് അല്ലെ വുളൂ എടുക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ എന്തോ മ്ലേച്ഛമായൊരു വസ്തുക്കളുണ്ട്, എന്നാൽ ആദ്യം അതൊന്ന് കഴുകി ഒന്ന് ശുദ്ധിയാക്കുക. ഇത് സുന്നത്താണ്. ആറാമത്തേതൽ മൽമലത്തു വൽ ഇസ്തിൻഷാഖു, വായയിൽ വെള്ളം കൊപ്പിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക. ഇത് കുളിയുടെ ഒരു സുന്നത്താണ്. അല്ല, നിങ്ങൾ വിചാരിച്ചോ വുളൂഇൽ മാത്രമേ ഈ സംഗതി ഉള്ളൂന്ന്? വായയിൽ വെള്ളം കൊപ്പിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും അത് വുളൂഇന്റെ സുന്നത്ത എന്ന് വിചാരിച്ചോ? വുളൂഇന് മാത്രമേ അതുള്ളൂ എന്ന്? വുളൂഇൽ അത് സുന്നത്തുള്ളത് പോലെ കുളിയിലും സുന്നത്തുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ അതൊരു സുന്നത്താണെന്നുള്ള നിലക്ക് കുളിയിൽ ചെയ്യുന്ന എത്ര ആളുകൾ ഉണ്ടാവും? നിങ്ങൾ പറ. ഉറക്കം തൂങ്ങിയിരുന്നിട്ട് കാര്യമല്ല. എത്ര കുളി കഴിഞ്ഞപ്പോ സുന്നത്തായ കുളിയും ഫർലായ കുളിയുമായി ജീവിതത്തിൽ ഒരുപാട് കുളി കഴിഞ്ഞിട്ട് ഇസ്തിൻഷാക്ക്, അതേപ്രകാരം മൽമലത്ത്, വായയിൽ വെള്ളം കൊപ്പിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും വുളൂ പോലെ കുളിയിലും സുന്നത്താണെന്ന ചിന്താഗതിയോടുകൂടെ എത്ര തവണ നമ്മൾ ചെയ്തിട്ടുണ്ടാകും? ഇതൊക്കെ ഹബീബായ നബിയുടെ ചര്യയാണ്. ഇത് മുത്ത് റസൂലിന്റെ സുന്നത്താണ്. ഈ സുന്നത്തറിയാത്തവർ പലരുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി ഈ സുന്നത്തുകൾ എടുക്കാൻ ഇനിയെങ്കിലും നമ്മൾ പ്രതിജ്ഞ എടുക്കണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെയോ ഏഴാമത്തെ സുന്നത്താണ് വുളൂഉൻ കാമിലുൻ വല്ലഫ്ളലു കൗനുഹു അവ്വലുഹു, കുളിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായ ഒരു വുളൂ എടുക്കുക. കുളിക്കുന്നതിന് മുമ്പ്
പൂർണ്ണമായ ഒരു ഉളൂ എടുക്കുക. ജനാബത്ത് കുളിയാവട്ടെ, സുന്നത്തായ കുളിയാവട്ടെ, ഹൈലോ നിഫാസോ മുറിഞ്ഞിട്ടുള്ള കുളിയാവട്ടെ, ഏത് കുളിയാണെങ്കിലും പ്രിയപ്പെട്ടവരെ അതിനു മുമ്പ് ഒരു ഉളൂ എടുക്കൽ സുന്നത്തുണ്ട്. 7 ഇസ്തിസ്ഹാബുൽ വുളൂഇ ഇലാ ആഖിരിൽ ഗുസ്ലി, കുളി കഴിയുന്നത് വരെ ആ വുളൂഇനെ നിലനിർത്തുക. വുളൂ മുറിയുന്ന കാര്യങ്ങൾ കുളിക്കിടയിൽ വരാതെ സൂക്ഷിച്ചുകൊണ്ട് ആ വുളൂഇനെ അവസാനം വരെ നിലനിർത്തുക. 9 തഅഹുദുൽ മുആത്തിഫ് കൽ ഉദ്നി വൽ ഇബ്തി വസ്സുറതി, വെള്ളം ചേരൽ പ്രയാസമുള്ള സ്ഥലങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴുകുക. പൊക്കിളിന്റെ ഉള്ളിലേക്ക് വെള്ളം നല്ലോണം, ആ ഭാഗം, ത്വക്ക്, അതേപ്രകാരം ചെവിയുടെ ഭാഗം, ഇങ്ങനെ വെള്ളം പെട്ടെന്ന് ചേരാൻ തടസ്സമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴുകുക. 9 തഖ്ലീലു ശഅരിഹി മഅ തഅഹുദി ഉസൂലിഹി, മുടിയുടെ ഉള്ളിലേക്ക് വെള്ളം ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ മുടി മുളക്കുന്ന രോമം മുളക്കുന്ന ആ സ്ഥലം ഉൾപ്പെടെ, അതിന്റെ അസ്ല്, ആ രോമ കുത്തുണ്ടല്ലോ, അവിടെ ഉൾപ്പെടെ ശരിക്ക് വെള്ളം ചേർക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 11 ഇഫാളത്തുൽ മായി അലാ റഅസിഹി, ആദ്യത്തെ കപ്പ് വെള്ളം ഒഴിക്കേണ്ടത് തലയിലാണ്. സുമ്മ അലാ ശിഖ്ഹിൽ അയ്മൻ, പിന്നീട് വലതുഭാഗത്ത്. സുമ്മ അലാ ശിഖ്ഹിൽ ഐസർ, പിന്നീട് ഇടതുഭാഗത്ത്. ശ്രദ്ധിക്കണേ, കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കേണ്ടത് തലയിലാണ്, പിന്നെ വലതുഭാഗത്ത്, പിന്നെ ഇടതുഭാഗത്ത്. 12 ദൽഖു ബദനിഹി ഇൻദ കുല്ലി ഫാള, വെള്ളം കോരി ഒഴിക്കുമ്പോഴൊക്കെയും ശരീരം കൈകൊണ്ടൊന്ന് തടവുക. വുളൂഇൽ സുന്നത്തുണ്ടല്ലോ, അവയവത്തെങ്ങനെ നടത്തുക എന്നുള്ളത്, കൈനെ നടത്തുക, ദൽക്ക് തേച്ചുക. അതേ പ്രകാരം കുളിയിലും അത് സുന്നത്താണ്. തർത്തീബുമാ ദുക്കിറ കമാ മറ, 13ാമത്തെ സുന്നത്താണ്. ഈ പറഞ്ഞതൊക്കെ ക്രമാനുഗതമായി തന്നെ ചെയ്യുക. 14 അൽ മുവാലാത്തോ, തുടർച്ചയായി ചെയ്യുക. ഒരാൾ കുളിക്കാൻ തുടങ്ങി, കുളി പകുതിയേ ആയുള്ളൂ. ഒന്നിരിക്കെ തല മുതലല്ല അയാൾ കുളിച്ചത്, അരന്റെ കീപ്പട്ടണ്ട് കഴുകി. ഹൈലിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു നിയ്യത്ത് ചെയ്തിട്ട് അരന്റെ താഴെ കഴുകി. അപ്പോഴത്തേക്ക് എന്തോ ഒരു അത്യാവശ്യം ഉണ്ടായി, ആരോ ഒന്ന് വിളിച്ചു, അല്ലെ കുട്ടി തൊട്ടിയിൽ നിന്ന് കരഞ്ഞു. അപ്പൊ പിന്നെ വേഗം എന്ത് ചെയ്തു എന്നറിയോ, കുളി അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുളിക്കുന്നത്. എന്നാൽ നേരത്തെ കഴിഞ്ഞതിന്റെ മുകൾ ഭാഗം കഴുകിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു സുന്നത്താണ് നഷ്ടപ്പെടും. അൽ മുവാലാത്തു, തുടർച്ചയായി ചെയ്യുക എന്നൊരു സുന്നത്തുണ്ട്, ആ സുന്നത്ത് നഷ്ടപ്പെടും. 15 തർക്കു തകല്ലുമിൻ വസ്തിആനത്തിൻ വനഫ്ലിൻ വതൻശീഫിൻ ബിലാ ഉദ്രിൻ, സംസാരം ഉപേക്ഷിക്കുക. സംസാരിച്ചു എന്ന് കരുതി കുളി വത്തിലാവുന്നില്ല, എന്നാൽ കുളിയിലും വുളൂഇലും ഒക്കെ സംസാരം ഒഴിവാക്കുക. വസ്തിആനത്തിൻ, പരമാവധി മറ്റുള്ളവരോട് സഹായം തേടാതിരിക്കുക. കുളിയുടെ കാര്യത്തിലും വുളൂഇന്റെ കാര്യത്തിലും ഒക്കെ സ്വന്തം ചെയ്യുക. അള്ളാഹു മരണം വരെ നമ്മുടെ കുളിയും വുളൂഉം ഒക്കെ സ്വന്തമായിട്ട് നമുക്ക് തന്നെ ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. അതിനൊക്കെ മറ്റുള്ളവരുടെ സഹായം തേടേണ്ട ഒരു അവസ്ഥയെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വനഫ്ലിൻ വതൻശീഫിൻ, പറ്റുമെങ്കിൽ തോർത്തലും കൊടയലും ഒഴിവാക്കാതിരിക്കുക. അതുകൊണ്ട് ഇനി പനി പിടിച്ചിട്ട് പൊല്ലാപ്പുണ്ടാവുമെങ്കിൽ ആ പണിക്ക് നിൽക്കണ്ട. ഒരാൾക്ക് സാധാരണ തല തൂത്തിയിട്ടില്ല, ഒരു കുഴപ്പമുണ്ടാവാറില്ല. എത്ര തലയിൽ വെള്ളം പാർന്നാലും എത്ര നനഞ്ഞാലും അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവാറില്ല. അങ്ങനെയാണ് അയാളുടെ പ്രകൃതി. എന്നാൽ അയാൾക്ക് തോർത്താതിരിക്കലാണ് സുന്നത്ത്. ആ ഓരോ തുള്ളി വെള്ളം വിറ്റുന്നതിനനുസരിച്ചും ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 6-ാമത്തേതല്ല യൻഖുസമാഉ അൻസാൾ, ഒരു സാഴിനേക്കാൾ കുറഞ്ഞ വെള്ളം കൊണ്ടാവാതിരിക്കുക കുളി. ഒരു സായ വെള്ളം കൊണ്ട് കുളിച്ചാൽ പോരെ, മതി. ഒരു സായ എന്ന് പറഞ്ഞാൽ 4 മുദ്ദോണ്ട് കുളിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുളിക്കാൻ എത്രയാ പലരും ഉപയോഗിക്കുന്ന വെള്ളം, അതിനൊന്നൊരു കയ്യും കണക്കില്ല റബ്ബേ. ചില ആളുകൾ നിർബന്ധ കുളിയൊക്കെ ഒന്ന് കുളിക്കാൻ പോയാൽ പിന്നെ അതൊന്ന് കഴിഞ്ഞിറങ്ങണമെങ്കിൽ ടാങ്കിലുള്ള വെള്ളം മൊത്തം തീർന്നാ പോരെ, പിന്നെയും മോട്ടർ ഇടിച്ച് പിന്നെയും നിറഞ്ഞ് പിന്നെയും എന്തൊരു വിരോധാഭാസമാണ്. ഇതൊരു ഇബാദത്ത് കൊണ്ടല്ലേ ഈ കളിക്കുന്നത്, ഒരു ഇബാദത്ത് കൊണ്ടല്ലേ. ഈ വുളൂഇലുള്ള കളിയും ഈ കുളിയിലുള്ള കളിയുമൊക്കെ ഒരു ഇബാദത്ത് കൊണ്ടുള്ള കളിയാണ്. അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഹൈറല്ല കിട്ടുക, ഷർറാ കിട്ടുക. 3 തവണ വെള്ളം പാരാൻ പാടുള്ളൂ, അത്ര പറ്റുള്ളൂ. വുളൂഇൽ 3 തവണയാണ്. 4ാം തവണയായാൽ കറാഹത്തായി, 5ാം തവണ ആയാൽ കറാഹത്ത് പിന്നെയും കൂടി,
ആറാമതായ കറാഹത്ത് പിന്നെയും കൂടി. അപ്പോൾ ഒന്നായിട്ട് ഇതിങ്ങനെ പാർന്നോട്ട് തന്നെ പിന്നെയും പാർന്ന് വസ്വാസ് ഉണ്ടാക്കി ശൈത്താനാണ് ഇതിന്റെ പിന്നിൽ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുകയല്ല ചെയ്യുന്നത്, അള്ളാഹുവിൽ നകലുകയാണ് ചെയ്യുന്നത്. ഈ ബോധം നല്ലതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ബോധം നമുക്ക് നൽകട്ടെ. 17 തദാറുകുമാ ഫാതഹു മിൻ വുളൂഇൻ ഔ മൽമലത്തിൻ ഔ ഇസ്തിൻഷാഖിൻ. തുടക്കത്തിൽ തന്നെ വായയിൽ വെള്ളം കുപ്പിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റലും ഉളൂ എടുക്കലും സുന്നത്താൻ നമ്മൾ പറഞ്ഞല്ലോ. അഥവാ വിട്ടുപോയാൽ ഓർമ്മ വരുമ്പം ചെയ്യുക, അതൊരു സുന്നത്താൻ. കുളിയൊക്കെ കഴിഞ്ഞ ഏകദേശം പകുതിയായപ്പോഴാ പഠിച്ചവനെ ഉസ്താദ് ഇങ്ങനെ ഈ വായയിൽ വെള്ളം കുപ്പിക്കൽ സുന്നത്താന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ഞാൻ ചെയ്തിട്ടില്ലല്ലോ. എന്നാ ഓർമ്മ വരുമ്പോ ചെയ്തോളൂ, കൂലി കിട്ടും. അതാ പറഞ്ഞത്. 7 സത്റുൽ ഔറത്തി ഫിൽ ഖൽവ. ഖൽവത്തിലാണ്, ആരും കാണാത്ത നിലയിലാണ് കുളിയെങ്കിലും ഔറത്ത് മറക്കണം. ഫഇന്നല്ലാഹ തആല അഹഖു യസ്തഹിയാ മിൻഹു. ലജ്ജിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടവൻ അല്ലാഹുവാൻ. ബാത്റൂമിലാണ് കുളി, ഒരാളും കാണാനില്ല, എന്നാൽ പോലും ഔറത്ത് മറക്കേണ്ടതാണ്. മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രാത്രി ഔറത്ത് വെളിവാക്കി കുളിച്ചു കഴിഞ്ഞാൽ ഭ്രാന്തുണ്ടാകാൻ വരെ കാരണമാകുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ജനാബത്തുകാരനായി കുളിക്കാൻ ഒരുങ്ങി. പക്ഷേ ധരിച്ച വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രവുമില്ല. എന്തു ചെയ്യും? അങ്ങനെ ആ വസ്ത്രത്തിൽ കുളിച്ചു തോർത്താതെ ആ വസ്ത്രവുമായി അങ്ങനെ ഇരുന്നു. ഒരുപാട് നേരം ഇരുന്നു, വെയിലത്തിരുന്നു, അത് ഉണങ്ങിപ്പോയി. ആ ഇരുത്തത്തിൽ അവസാനം അദ്ദേഹം ഉറങ്ങിയപ്പോൾ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. ഹബീബായ നബി തങ്ങൾ വന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ ദീനിന്റെ നിയമത്തെ നിങ്ങൾ പാലിച്ചു, അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ്, നിങ്ങൾക്ക് അള്ളാഹു പദവി നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അങ്ങനെ ലോകത്ത് അറിയപ്പെട്ട മദ്ഹബിന്റെ 4ാമത്തെ ഇമാമായി മാറിയില്ലേ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. പരമാവധി ദീനിന്റെ നിയമങ്ങൾക്ക് വില കൽപ്പിക്കുക, അവിടെയാണ് നമ്മുടെ വിജയം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 19 കുളി കഴിഞ്ഞാൽ ദിക്റും ദുആവുമുണ്ട്. ഏതുപോലെ? വഹുമാ ഐനുമാ ദുകിറ ഫിൽ വുളൂ. ഉളൂ കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്റുകൾ ഏതൊക്കെയാണോ അതൊക്കെ തന്നെ. ഉളൂ കഴിഞ്ഞാൽ നമ്മൾ കയ്യും കണ്ണും മേൽപോട്ട് ഉയർത്തി ചൊല്ലുന്ന ദിക്റില്ലേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നൊക്കെ പറഞ്ഞ് ചൊല്ലുന്ന ദിക്റില്ലേ, വഹ്ദഹു ലാ ശരീക ലഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ. ആ ദിക്ർ. അതുപോലെ അതിനുശേഷം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ആ സൂറത്തും 3 തവണ കുളിക്ക് ശേഷവും സുന്നത്താണ്. 20 التسليس لكل من التسمية والغسل والدلك والذكر والدعاء. എല്ലാം 3 തവണ ചെയ്യൽ സുന്നത്താണ്. ബിസ്മി 3 തവണ ചൊല്ലുക. കുളി കഴുകൽ വെള്ളം പാരുന്നത് 3 തവണയാക്കുക. ദൽക്ക് ഒരക്കല് 3 തവണയാക്കുക. ദിക്ർ ചൊല്ലേണ്ട ദിക്റുകൾ 3 തവണ ചൊല്ലുക. ദുആ ശേഷമുള്ള ദുആ 3 തവണ നടത്തുക. സുന്നത്താൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സുന്നത്തുകളൊക്കെ പരിഗണിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ അതുകൊണ്ടൊക്കെ വലിയ നേട്ടം നമുക്ക് കിട്ടും. ഈ മജ്ലിസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന വലിയ നേട്ടങ്ങളായിരിക്കും. ഒരല്പം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് വിശദമായി ചർച്ച ചെയ്യേണ്ട സംഗതിയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ സൗകര്യം പോലെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ എന്തെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. കുളി വലിയ ശുദ്ധിയുള്ള ഘട്ടങ്ങളിൽ ഹറാമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വിശദീകരിച്ചിട്ടില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് പഠിക്കേണ്ടതാണ്. അള്ളാഹു കാര്യങ്ങളൊക്കെ പഠിക്കാനും ഉൾക്കൊള്ളാനുമുള്ള സൗഭാഗ്യം നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ.